നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ്. ഈ അമേരിക്കയും കാനഡയും യൂറോപ്പുമൊക്കെ പലരുടെയും സ്വപ്നഭൂമിയാണ്. ഇവിടുത്തെ ഉയർന്ന ജീവിത നിലവാരവും ഇവിടെ കിട്ടുന്ന ഉയർന്ന ശമ്പളവുമൊക്കെയാണ് അതിനുള്ള കാരണം. പക്ഷേ ഇവിടെയുള്ള ആഡംബര ജീവിതം കണ്ടതുകൊണ്ട് മാത്രം ഇവിടുത്തെ ജീവിതത്തെപ്പറ്റിയുള്ളൊരു പൂർണ്ണമായ ചിത്രം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഒരാൾ വന്ന് താമസിക്കുന്നുണ്ട്, ഇവിടുത്തെ ജീവിത ചെലവുകൾ എത്രയാണ്, ഈ കിട്ടുന്ന ഉയർന്ന ശമ്പളത്തിൽ നിന്ന് എത്ര സേവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഞാൻ പതിവായിട്ട് കേൾക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ അമേരിക്കയിലൊക്കെ ഒരാൾ എവിടെ താമസിക്കുന്നു, എത്ര ശമ്പളം കിട്ടുന്നു, അയാളുടെ സമ്പാദ്യശീലം എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത്, ഇതൊക്കെ ഈ ജീവിത ചെലവുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരൊറ്റ ഉത്തരം അതിന് കൊടുക്കാൻ പറ്റുകയില്ല. ഈ ന്യൂയോർക്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു ആവറേജ് ഫാമിലിക്ക് ഒരു മാസം ജീവിത ചെലവ് എത്രയാണ് എന്ന് കണക്ക് കൂട്ടുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. നിങ്ങൾ ഈ അമേരിക്കയിലോട്ടോ യൂറോപ്പിലോട്ടോ ഒക്കെ ഒന്ന് വരികയാണെങ്കിലും ഇവിടെ താമസിക്കുന്നതിനുള്ള ഒരു അവസരം വരികയൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോ കാപ്പി കുടിച്ചുകൊണ്ടൊക്കെ തുടങ്ങിയാലോ? നമ്മുടെ നാട്ടിലെ പോലെ ചേട്ടാ ഒരു ചായ എന്ന് പറയുന്നുണ്ട്. നല്ല ശുദ്ധമായ പശുവും പാലൊക്കെ എടുത്ത് നാട്ടിലെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് തരുന്ന കാപ്പിയൊന്നും ഇവിടെ കിട്ടത്തില്ല. ഇവിടെയുള്ള ആകെ ചായക്കട ഇതാണ്, ഡങ്കൻ ഡോണറ്റ്സ്. ഇവർ പറയുന്നത് തന്നെ അമേരിക്ക റൺസ് ഓൺ ഡങ്കൻസ് എന്നാണ് ഇവർ ആപ്തവാക്യം തന്നെ. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ചായയോ കാപ്പിയോ കുടിക്കാറ്. ഇവിടുത്തെ ചായയുടെ കാര്യം വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് നമുക്ക് കയറി ഓരോ കാപ്പി മേടിക്കാം. നമ്മുടെ നാട്ടിലെ പരിപ്പോടയൊന്നും ഇവിടെ ഇല്ല. പരിപ്പോട മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ഡോണറ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. Can I have a medium coffee with the milk and sugar? Hot tea. Yes. Anything else? And one French color donuts. How much? $4.39. I'm saying in general, the survey, when you did a survey of American people, typically the guys older than the... Medium hot coffee. Yes. Have a nice day. Thank you. Yeah, two Hi, blaze, how are you? two blaze. Two days? Can I have the receipt too? Thank you. അപ്പോൾ നമ്മൾ കയറി ഒരു മീഡിയം കോഫിയും ഒരു ഡോണറ്റും മേടിച്ചതിന് $4.39 $4.39. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ് എന്ന് പറയുന്നത് നമ്മുടെ താമസത്തിനുള്ള ചിലവാണ്. ഒന്നുകിൽ വീടിൻ്റെ ലോൺ അടയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത്. ഒരു സോഷ്യൽ വർക്ക് എന്ന നിലയിൽ എനിക്ക് ന്യൂയോർക്കിനെ പറ്റി തോന്നിയിട്ടുള്ളത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള വകയില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഫുഡ് സ്റ്റാമ്പ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ട്. ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ ഫ്രീ ഫുഡ് കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ, ചാരിറ്റി സ്ഥാപനങ്ങളുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ നമുക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഷെൽട്ടറുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് താമസിക്കുന്നതിനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെപ്പോലെയുള്ള മലയാളികൾ 90% മലയാളികളും ഇവിടെ വരുന്നുണ്ട്. ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിച്ച് കുറച്ച് പണമുണ്ടാക്കി നാട്ടിൽ തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ഈ വാടകയ്ക്ക് കൊടുക്കുന്ന പണം തന്നെ ഒരല്പം കൂടെ നമ്മൾ ബാങ്ക് ലോൺ അടയ്ക്കുകയാണെങ്കിൽ, മോർഗേജ് അടയ്ക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് എപ്പോഴാണെങ്കിലും അത് പ്രയോജനപ്പെടും എന്ന ബോധ്യം വരുന്നുണ്ട്. നമ്മളൊരു വീട് മേടിക്കുക എന്നുള്ളൊരു പ്ലാനിലേക്ക് പോകുന്നു. ന്യൂയോർക്കിൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ഒരു ആവറേജ് വീടിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു $6 ലക്ഷം. അങ്ങനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം അതിൻ്റെ മോർഗേജ് വരുന്നത് ഏകദേശം ഒരു $2,600. ടാക്സ് ഒരു മാസം ഒരു ആവറേജ് $1,000 ആകും. അപ്പം 3,600. പിന്നെ വീടിൻ്റെ ഇൻഷുറൻസ് ഒരു $150 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ $3,750 ഏകദേശം നമ്മുടെ ഇവിടുത്തെ താമസ സ്ഥലത്തിന് വേണ്ടി ഒരു മാസം നമുക്ക് ചിലവാകുന്നത്. അത് ഏറ്റവും വലിയൊരു ചിലവാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചിലവുമാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനം വേണമെങ്കിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഇതാണ്. സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്ന് മേടിക്കും. ഞങ്ങൾക്ക് വേണ്ട പാല്, മുട്ട, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ എടുക്കുന്ന ഇവിടെ നിന്നാണ്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് വേണ്ട കേരളത്തിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, നമ്മുടെ അരിയും തേയിലയും അതുപോലുള്ള കപ്പയും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയാണ് മേടിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള, ഇവിടെ എല്ലാവരും വരുന്ന അമേരിക്കൻസിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണിത്. നമുക്ക് ഇതിനകത്ത് കയറി ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ, അത്യാവശ്യ സാധനങ്ങൾ എടുത്തു നോക്കാം. ആപ്പിള് ഒരു പൗണ്ടിന് $2.49 നമ്മൾ ഗ്രേപ്സ് എടുത്തു, ഒരു പൗണ്ടിന് $4.99 3 ഏത്തക്ക എടുത്തതിന് $1. ഇത് നമ്മുടെ നാട്ടിലെ കരിക്കാണ്. നമ്മുടെ കരിക്ക് $4.99 $5 ഒരു കരിക്കിന്. ചിക്കൻ എടുത്തു, ഓർഗാനിക് ചിക്കനാണ് എടുത്തത്.
ഒരു പൗണ്ടിൻ്റെ വില $6.29 ആണ് ഒരു പൗണ്ടിൻ്റെ വില. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ആൻഡ് ഷോപ്പിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തതിന് ഞങ്ങൾക്ക് $63.47 $63 പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ നിന്ന് പാലെടുത്ത് പാലിന് $5.75 ആയിട്ടുണ്ട്. ഇത് ഒരു ഹാഫ് ഗാലൻ്റെ പാലാണ്, അതായത് 1 ലിറ്റർ 1.89 ലിറ്ററിൻ്റെ പാലാണ്. അതിനെത്രയുമായി ഓർഗാനിക് മിൽക്കാണ്, അതുകൊണ്ട് ഇച്ചിരി വില കൂടും. മുട്ടയും നമ്മളെടുത്തത് ഓർഗാനിക് എഗ്ഗാണ് എടുത്തത്. മുട്ടയ്ക്ക് നമുക്ക് $7 ആയിട്ടുണ്ട്. ഇതും ഓർഗാനിക് എഗ്ഗാണ് എടുത്തത്. മറ്റേ എഗ്ഗിന് ഇച്ചിരി വിലക്കുറവുണ്ട്. ഒരാഴ്ചത്തേക്ക് നമുക്ക് 63.47. ഇത് നമ്മൾ ഒരു മാസത്തേക്കൊന്ന് ഏകദേശം കണക്ക് കൂട്ടി ഒരു മാസത്തെ കണക്കാക്കാം. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചിലവ് ഇവിടുത്തെ മെഡിക്കൽ എക്സ്പെൻസ് ആണ്. മിക്ക ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സിനകത്തൊക്കെ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇവിടുത്തെ മെഡിക്കൽ എക്സ്പെൻസ് വളരെ കൂടുതലാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളത്. ഒരു പരിധി വരെ അത് ശരിയാണ്, പക്ഷേ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ന്യൂയോർക്കിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേക വരുമാനത്തിന് താഴെ നിൽക്കുന്നവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. മെഡിക്കെയ്ഡ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർക്കാർ ആശുപത്രികൾ മാത്രമല്ല, ഏത് ആശുപത്രികൾ പോയാലും മെഡിക്കെയ്ഡ് അവരുടെ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക്, പ്രായമുള്ള ആളുകൾക്ക് ഫെഡറൽ ഗവൺമെൻറ് ഒരു പ്രോഗ്രാമുണ്ട് മെഡിക്കെയർ. അത് അമേരിക്കയിൽ ഉടനീളമുള്ളതാണ്. അത് 80% അവർ മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഗവൺമെൻറ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പലർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ ആണ്. ചിലർക്കൊക്കെ ചെറിയ പ്രീമിയം മാസം കൊടുക്കേണ്ടതായും വരുന്നുണ്ട്. പിന്നീടുള്ളത് പ്രൈവറ്റ് സെക്ടർ, അത് ഇവിടുത്തെ സ്വകാര്യ മേഖലയാണ്. സ്വകാര്യ മേഖലകളിൽ മിക്ക സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഇൻഷുറൻസ് കുറഞ്ഞ പ്രീമിയത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. ചിലർക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. 1199 എന്നൊക്കെ പറയുന്ന ഇൻഷുറൻസുകളൊക്കെ, അതൊക്കെ ഒരു യൂണിയനാണ്. ജോലിസ്ഥലത്ത് നിലനിൽക്കുന്ന യൂണിയനുകളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, അമേരിക്ക പോലെയുള്ള മുതലാളിത്ത രാജ്യത്ത് യൂണിയനുകളുണ്ടോ എന്ന്. ഇവിടെ മിക്ക ജോലി സ്ഥലങ്ങളിലും യൂണിയനുകളുണ്ട്. നമ്മുടെ ജോലിക്കാരൊക്കെ അതിനകത്ത് മെമ്പേഴ്സാണ്. ഈ യൂണിയനുകളുടെ നേതാക്കളും മാനേജ്മെൻറ്റും തമ്മിൽ പലപ്പോഴും തർക്കങ്ങളും ആരോഗ്യപരമായ ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. പലപ്പോഴും സ്റ്റാഫിനെ പിരിച്ചുവിടുന്ന സമയത്തും പ്രൊമോഷൻ്റെ സമയത്തുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അനീതി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് ഈ യൂണിയൻ്റെ അടുത്തോട്ടാണ്. അവരാണ് മിക്കവാറും മാനേജ്മെൻറ്റുമായിട്ടുള്ള ചർച്ചകളും ഒക്കെ നടത്തുന്നത്. ആ സിസ്റ്റമൊക്കെ ഇവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഈ യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്ന 1199 അതുപോലെ DC 37 എന്നൊക്കെ പറയുന്ന യൂണിയനുകളിലുള്ളവരുടെ ഇൻഷുറൻസ് വളരെ ഗുണകരമായ രീതിയിലാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 1199 ഒക്കെ നമ്മുടെ പിള്ളേരെ നോക്കുന്ന ഡേ കെയർ കാര്യങ്ങൾ വരെയൊക്കെ കവർ ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. ചിലവ് വരുന്ന ഭൂരിഭാഗം വരുന്ന മറ്റ് സ്വകാര്യ മേഖലകൾ വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാർക്കാണ്. ഗവൺമെൻറ് ഭാഗത്ത് ജോലി ചെയ്യുന്നവരോ മറ്റ് കവറേജോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് മാസം ഒരു റഫായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു $300 ഹെൽത്ത് ഇൻഷുറൻസ് മേഖലകളിൽ, അത് ഇൻഷുറൻസ് പ്രീമിയമായിട്ട് ചിലവാകുന്നുണ്ട് എന്ന് നമുക്ക് ഒരു ആവറേജ് ഇതിൽ നമുക്ക് കണക്കാക്കാം. നമ്മളിവിടുത്തെ അമേരിക്കൻ ഷോപ്പിൽ പോയെന്ന് പറഞ്ഞാലും നമുക്ക് മലയാളികൾക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ ഒരു ഇന്ത്യൻ കടയിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, അരി, എണ്ണ അതുപോലുള്ള പല കാര്യങ്ങളുമൊക്കെ നമുക്കിവിടുത്തെ അമേരിക്കൻ ഷോപ്പിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഷോപ്പിലോട്ട് വരികയാണ്. ഇവിടെ കുറേ ഞങ്ങൾ താമസിക്കുന്നതിന് ചുറ്റുപാട് ഒരു 4-5 ഇന്ത്യൻ ഷോപ്പുകളുണ്ട്. അപ്പം ഷീന എനിക്ക് ഒരാഴ്ചത്തേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് തന്നു വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം ഉൾക്കൊണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് സാധാരണയായി മേടിക്കുന്ന ഒരാഴ്ച മേടിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇവിടെ ഇതിൻ്റെ വിലയൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. പച്ചമുളകിന് ഇവിടെ ഒരു പൗണ്ടിന് $1.49 ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വെണ്ടയ്ക്ക, ദേശി ഒക്രയ്ക്ക് $1.99 ആണ്. നമ്മുടെ പഴുത്ത ഓമയ്ക്ക ഒരു പൗണ്ടിന് $1.49 ആണ് പഴുത്ത ഓമയ്ക്കയ്ക്ക്. സവാളയ്ക്ക് $1.99 ഇത്ര സവാളയ്ക്ക്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന അച്ചാറുകളുടെയും സ്പൈസുകളുടെയും പിന്നെ ചമ്മന്തിപ്പൊടി ഇതിൻ്റെയൊക്കെ സെക്ഷനാണ്. നെല്ലിക്ക അച്ചാറ്, മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, പലതരത്തിലുള്ള അച്ചാറുകളൊക്കെ എല്ലാത്തിനും $3, $2.50 ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിൽ വില. നമ്മൾ ഇന്ത്യൻ കടയിൽ കയറി ഇത്രയും സാധനങ്ങൾ എടുത്തതിന് $89.72 ആയി. നമ്മൾ പ്രധാനമായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അരി, മട്ട അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എണ്ണ എടുത്തിട്ടുണ്ട്. കുറേ ചിപ്സ് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ അത്യാവശ്യമുള്ളതെല്ലാം ഒരാഴ്ചത്തേക്കുള്ള കണക്ക് കൂട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇത് ഒരു മാസത്തേക്കുള്ള ഒരു കണക്ക് കൂട്ടി നമ്മൾ ഒരു മാസത്തേക്ക് എത്ര ചിലവാകും എന്ന് നോക്കാം.
അടുത്തൊരു പ്രധാനപ്പെട്ട ചിലവ് എന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ ചിലവുകളാണ്. നമ്മളിവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വീടിന് തൊട്ടടുത്തായിരിക്കത്തില്ല, നടന്നു പോകുന്നതിനുള്ള ഓപ്ഷനില്ല. ഒന്നുകിൽ നമ്മൾ ബസ് എടുത്ത് പോകണം, അല്ലെങ്കിൽ ട്രെയിൻ എടുത്ത് പോകണം. മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത് ഇവിടെ കാർ ഉണ്ടെങ്കിലേ നമുക്ക് മിക്ക സ്ഥലത്തും ജോലിക്ക് പോകുന്നതിനും കടയിലൊക്കെ പോകുന്നതിനും പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഏകദേശ കണക്കനുസരിച്ച് ഒരു കാർ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു $450 എന്ന് നമുക്ക് കണക്കാക്കാം. എത്ര ഡൗൺ പേയ്മെൻറ്റ് ഇടുന്നു, ഏത് വണ്ടിയാണ് എടുക്കുന്നത്, ഇതൊക്കെ അനുസരിച്ച് ഇതിന് വ്യത്യാസം വരും, ഞാൻ സമ്മതിക്കുന്നു. $450. പിന്നെ ഒരു മാസം നമുക്ക് ഇൻഷുറൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വീട്ടിൽ 2 പേര് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ 2 പേർക്കും കൂടെ ചേർന്ന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു $120 നമുക്ക് ഏകദേശമായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു $570 അങ്ങനെയുള്ള ചിലവ് വരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ചിലവ് ഗ്യാസ് അടിക്കുന്നതാണ്, അതായത് ഇവിടുത്തെ പെട്രോൾ അടിക്കുന്നതാണ്. ഒരു ഏകദേശ ഒരു കണക്കനുസരിച്ച് ഒരു $200 നമ്മളൊരു മാസം പെട്രോളിന് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ 570ഉം 200ഉം ഒരു $770 നമ്മളിതിനു വേണ്ടി ചിലവഴിക്കുന്നു. മിക്ക വീടുകളിലും 2 വണ്ടിയുണ്ട്, ഞങ്ങൾക്കും 2 വണ്ടിയുണ്ട്. ഇത് ഒരു വണ്ടിയുടെ ചിലവാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മീൻ. ഫിഷ് ഇല്ലാതെ നമുക്ക് പലർക്കും ചോറുണ്ട് എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം വേണ്ട ഒന്ന് തന്നെ മീൻ മേടിക്കുക എന്നുള്ളൊരു ചിലവാണ്. നമ്മുടെ അടുത്തുള്ള ഇന്ത്യൻ കടകളിലൊക്കെ മീൻ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ ഞങ്ങളിപ്പം വന്നിരിക്കുന്നത് ഫ്രീ പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ നാട്ടിലെ നീണ്ടകര എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫിഷിംഗ് ഹാർബറിനോടൊക്കെ ചേർന്ന് ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ പുറകെ കാണുന്നതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുമെന്നുള്ളതാണ്. ഒരല്പം വിലക്കുറവുണ്ട്. അപ്പോൾ ഇവിടെ 2 കസിൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഹോൾസെയിൽ കട ഇവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ പതിവായിട്ട് വന്ന് മീൻ മേടിക്കാറുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കയറി ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് മീൻ മേടിച്ചിട്ട് പോകും. അതാ ഇവിടെ പുറകിൽ കണ്ടോ വലിയൊരു ബോട്ട് ഇപ്പം തന്നെ പോകുന്നുണ്ട്. ഒരു ഫിഷിംഗ് ബോട്ടാണെന്ന് തോന്നും. പക്ഷേ വളരെ മോഡേൺ രീതിയിലുള്ള ഒരു ഫിഷിംഗ് ബോട്ട് ഇപ്പം തന്നെ നമുക്ക് പോകുന്നത് കാണാം. ഇവിടെ പലതരത്തിലുള്ള ഫ്രഷായിട്ടുള്ള ഫിഷുകളുണ്ട്. അപ്പം നമുക്ക് ഈ ബാഗ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇത് വെച്ച് നമുക്കെടുത്തിട്ട് ബാഗിനകത്ത് എടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് ഇവർ തൂക്കം നോക്കിയിട്ട് ഈ പുറകിൽ തന്നെ നമുക്ക് വെട്ടി ക്ലീനാക്കി തരും. ഇവിടെ ഇപ്പം ഫ്രഷായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ക്രാബുണ്ട്, ജീവനുണ്ട്. ഇവരിപ്പോൾ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ, ജീവനോടെ കിടക്കുന്നതേ ഉള്ളൂ. ഞങ്ങളെന്തായാലും മേടിക്കുന്നില്ല. അങ്ങനെ ജീവനുള്ളതിനെ മേടിച്ച് കൊന്ന് തിന്നാനുള്ളൊരു മനസ്സില്ല, അതുകൊണ്ട് തന്നെ എടുക്കുന്നില്ല. ആര് കൊന്നാലും സംഗതി ശരിയാണ്, എന്നാലും നമ്മുടെ ഒരു ഇതനുസരിച്ച് എന്തായാലും ഇത് ലൈവായിട്ട് തന്നെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയാണിത്. ഇവിടുത്തെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷാണ് സാൽമൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഫിഷാണ്. അതുകൊണ്ട് ഞങ്ങളൊരു സാൽമൺ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ ഒരു മീഡിയം സൈസ് സാൽമൺ എടുത്തിട്ടുണ്ട്. Getting fresh fish like every day here, every right? day, 7 days a week. Oh, it's from depending on the weather. Depending If on the there's weather. a hurricane or a bad storm, Okay. the boats can't get out. Uh-huh. Most of the time, we got big boats, small boats. They all go fishing. Oh, okay. How long you in the business? 40 years. Oh my God, 40 years. Yep. The shop is here. I like what I do. Oh, okay. I like selling fish, Okay. especially fresh, nice fish like the ones you buy. ഓക്കെ 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 താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോർ. നമ്മൾ സാൽമൺ മേടിച്ചതിന് $69, $69. സാൽമൺ ഇവിടെ ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷേ കിട്ടുന്നതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ സാൽമൺ ആണെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സാൽമൺ ഇങ്ങനെ മേടിച്ചത്. മറ്റ് മീനുകൾക്കൊക്കെ വേണമെങ്കിൽ ഒരല്പം കൂടെ വിലക്കുറവാണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ തന്നെ ഈ മീൻ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് കൊടുക്കാം. ഇവിടെ അവർ എല്ലാം വെട്ടി നീറ്റാക്കി ക്ലീനാക്കി തരും. പിന്നെ വരുന്ന പ്രധാന ചിലവുകൾ എന്ന് പറയുന്നത് നമ്മുടെ യൂട്ടിലിറ്റി ബില്ലുകളാണ്. നമ്മുടെ കറണ്ടുണ്ട്, വെള്ളമുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, ഫോണുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസുണ്ട്. ഇതൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട ചിലവുകൾ.
കറണ്ടിന് ഒരു മാസം ഏകദേശം ഒരു $120-130 എല്ലാവർക്കും ചിലവാകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഗ്യാസ് നമ്മൾ തണുപ്പ് കാലത്ത് നമുക്ക് ചൂട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിങ്ങിനും നമുക്ക് ഗ്യാസ് അത്യാവശ്യമാണ്. അതിനും ഈ പറയുന്ന പോലെ 120-130 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഒരു മാസം ചിലവാകും. വെള്ളത്തിന് ചിലവ് വളരെ കുറവാണ്. $30-40 വെള്ളത്തിന് ഒരു മാസം നമുക്ക് ചിലവാകുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റ്, ഫോണ്, TV, നമ്മുടെ സെൽഫോണിൻ്റെ ചാർജ് ഇതെല്ലാം കൂടെ ഒരു $200-250 ഏകദേശമൊക്കെ ആവും എന്ന് നമുക്കൊരു റൗണ്ട് ഫിഗർ നോക്കാം. അങ്ങനെ യൂട്ടിലിറ്റി ബില്ലെല്ലാം കൂടെ ഒരു $500 മിനിമം നമുക്ക് ഒരു മാസം ആകുന്നുണ്ട്. ഇനി കുറച്ച് ചിലവുകൾ നമ്മളൊരു മിസലേനിയസ് എന്നുള്ളൊരു ഗണത്തിൽ പെടുത്തിയേ മതിയാവുകയുള്ളൂ. കാരണം നമ്മൾ ഉടുക്കുന്ന വസ്ത്രങ്ങൾ, നമ്മുടെ പിന്നെ സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം കൂടെ കുറേ ചിലവുകൾ വരുന്നുണ്ട്. ഇവിടെ കുട്ടികളായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ അവർ ജോലിക്ക് പോകുന്ന സമയത്ത് ഡേ കെയറിൻ്റെ ഫീസ് വരുന്നുണ്ട്, സ്കൂളിൽ വിടുന്നതിൻ്റെ എക്സ്പെൻസുകൾ വരുന്നുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ഇതൊക്കെ വാങ്ങുന്നതിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. ഫാമിലിയായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ വെളിയിൽ പോയി ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. മറ്റ് വെക്കേഷൻ ട്രിപ്പുകളൊക്കെ നടത്തുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും സമുദായമോ എന്തെങ്കിലും സംഘടനയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സംഭാവന കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അമേരിക്കക്കാരനാണ്, ഒട്ടും കുറയാൻ സാധിക്കില്ല. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു $1000 നമ്മളൊരു മിസലേനിയസ് എന്നുള്ളൊരു ഗണത്തിൽ ഉൾപ്പെടുത്തിയെങ്കിൽ ഒരു മാസം നമ്മുടെ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഈ $1000 കൂടെ ഉൾക്കൊള്ളിച്ച് ഒരു $7278.76 ഇവിടുത്തെ നമ്മുടെ ഒരു ഏകദേശം ഒരു മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഓരോ കുടുംബങ്ങളുടെ ജീവിത രീതികളും അവർ പൈസ സേവ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അവരുടെ കയ്യിൽ എത്രത്തോളം പണമുണ്ട്, വണ്ടി മേടിക്കുന്നതിനും വീട് മേടിക്കുന്നതിനുമൊക്കെ ധാരാളം ഡൗൺ പേയ്മെൻറ്റ് ഇടാൻ കഴിവുള്ളവർക്കാണെങ്കിൽ ഇത്രയും ചിലവ് വേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. എന്നിരുന്നാൽ തന്നെ ഈ 7208.76 എന്നുള്ളത് ഒരു കൗതുകത്തിന് വേണ്ടി നാട്ടിലെ ഒരു ഇന്ത്യൻ രൂപയായിട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാണ് ഇന്നത്തെ റേറ്റ് ഇപ്പം കാണിക്കുന്നത്. ഒരു ഡോളറിന് 74.55 ഇന്ത്യൻ രൂപ കാണിക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5,37,413 ഇന്ത്യൻ രൂപയാണ് ഇവിടെ ഞങ്ങളെപ്പോലെയുള്ള ഒരു ആവറേജ് ഫാമിലിക്ക് ഒരു മാസം ജീവിക്കാൻ വേണ്ടി വരുന്ന ചിലവ്. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ താമസിക്കുന്ന പലരെയും നിങ്ങൾ ഫോൺ ചെയ്യുന്നുണ്ട്, എടാ സമയമില്ലടാ, ജോലിക്ക് പോകണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ജാട കൊണ്ടൊന്നുമല്ല, ഈ ചിലവ് കൊണ്ടാണ്. ജോലിക്ക് പോയേ പറ്റൂ. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ ജീവിതാഭിലാഷം തന്നെ എങ്ങനെയും അമേരിക്കയിലോ യൂറോപ്പിലോ എത്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതാണ്. സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാലുടൻ ശുഭം എന്നെഴുതി കാണിക്കുന്നതാണ്. ശുഭകരമായി തീരുന്നതല്ല കാര്യങ്ങൾ. ഒരു കാര്യം ശരിയാണ്, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. മെച്ചപ്പെട്ട ജീവിത നിലവാരം, വ്യക്തി സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ജോലി, ഗവൺമെൻറ് നൽകുന്ന ചില ആനുകൂല്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ സന്തോഷം മാത്രം നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാൻ പറ്റുന്ന എന്തോ സംഭവമാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ ജീവിച്ച് തീർത്ത പലരുടെയും ജീവിതം കണ്ടിട്ടാണ് ഇത് പറയുന്നത്. സന്തോഷമിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അത് നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സന്തോഷവാനായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാലും നിങ്ങൾ സന്തോഷവാനായിരിക്കും. കാരണം ബുദ്ധൻ്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനം 3 കാര്യങ്ങൾ മാത്രമാണ് പ്രാധാന്യം. ഇൻ ദി എൻഡ് ഓൺലി 3 things matters: how much you loved, how gently you live, how gracefully you let go of things not meant for you. ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കപ്പെട്ടു, എത്ര ജെൻറ്റിലായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചു, എത്ര നിറഞ്ഞ മനസ്സോടെ നിങ്ങളുടെ സ്വന്തമല്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോരാൻ നിങ്ങൾക്ക് സാധിച്ചു. അല്ലാതെ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ജീവിച്ച് മരിക്കുന്നതിലല്ല കാര്യം. മറ്റൊരു വീഡിയോവുമായി ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ബൈ.